അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖീദ 5ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസുൽ ഖാമിസു, പാഠം 5, സിഫാത്തുൽ അംബിയാ, അംബിയ മുർസലുകളുടെ ഗുണവിശേഷണങ്ങൾ. അംബിയ മുർസലുകൾ മനുഷ്യരിൽ നിന്നുള്ള പരിശുദ്ധരാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയരാണവർ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു അവരെ തിരഞ്ഞെടുത്തു. അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിലെ മധ്യവർത്തികളായ ദൂതന്മാരാണവർ. മനുഷ്യർക്ക് മാതൃകായോഗ്യരായിട്ടാണ് അള്ളാഹു അവരെ നിയോഗിച്ചിട്ടുള്ളത്. അംബിയ മുർസലുകൾ മഅ്സൂമുകളാണ്, അതായത് പാപസുരക്ഷിതരാണ്. അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയില്ല. അംബിയ മുർസലുകൾക്ക് 4 സിഫത്തുകൾ വാജിബാണ്. 1 സിദ്ഖ്, സത്യസന്ധത. 2 അമാനത്ത്, വിശ്വസ്തത. 3 തബ്ലീഗ്, എത്തിച്ചു കൊടുക്കൽ. 4 ഫത്വാനത്ത്, ബുദ്ധികൂർമ്മത. വാജിബായ സിഫത്തുകളുടെ വിപരീതങ്ങൾ മുസ്തഹീലാണ്. അത് പ്രവാചകന്മാരിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മുസ്തഹീലായ സിഫത്തുകൾ: 1 കളിബ്, കളവ് പറയൽ. 2 ഖിയാനത്ത്, വഞ്ചന നടത്തൽ. 3 കത്മാൻ, മറച്ചുവെക്കൽ. 4 ബലാദത്ത്, ബുദ്ധിമാന്യത. ജായിസായ സിഫത്ത്: വഖൂഉൽ അഅ്റാദിൽ ബശരിയ്യത്തില്ലത്തി ലാ തുഅദ്ദി ഇലാ നഖ്സിൻ ഫീ മറാത്തിബിഹിമിൽ അലിയ്യ. പ്രവാചക സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്തതും മനുഷ്യ സഹജവുമായ കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകൽ ജായിസാണ്. തിന്നുക, കുടിക്കുക, രോഗമുണ്ടാകുക, ചികിത്സിക്കുക, വിവാഹം ചെയ്യുക മുതലായവ അതിന് ഉദാഹരണമാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹി അസ്വാദിഖുൽ വഅദിൽ അമീന, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സത്യസന്ധനും വിശ്വസ്തനുമായ റസൂലാകുന്നു. ഈ പാഠഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? അംബിയ മുർസലുകൾ ആരാണെന്ന് മനസ്സിലാക്കി, അവരുടെ ഗുണവിശേഷണങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ മധ്യവർത്തികളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് 4 വാജിബായ സിഫത്തുകളും 4 മുസ്തഹീലായ സിഫത്തുകളും 1 ജായിസായ സിഫത്തുമാണ് ഉള്ളത്. സത്യസന്ധത, വിശ്വസ്തത, എത്തിച്ചു കൊടുക്കൽ, ബുദ്ധികൂർമ്മത, ഇതിത്രയും അവരുടെ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട കാര്യങ്ങൾ, ഉണ്ടാകേണ്ട ഗുണവിശേഷങ്ങളിൽപ്പെട്ടതാണ്. അതായത് വാജിബായ സിഫത്തുകളിൽപ്പെട്ടത്. കളവ് പറയൽ, വഞ്ചന നടത്തൽ, മറച്ചുവെക്കൽ, ബുദ്ധിമാന്യത, ഇതിത്രയും മുസ്തഹീലായ സിഫത്തുകളിൽപ്പെട്ടതാണ്. ഇനി അവരുടെ സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്ത മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും അവരിൽ നിന്നുണ്ടാകുന്നതിനാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. അതായത് തിന്നുക, കുടിക്കുക, രോഗം വരിക, അതിന് ചികിത്സിക്കുക, വിവാഹം ചെയ്യുക, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ജായിസായതിൽ പെടുന്നത്. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ഉത്തരം എഴുതുക. 1 അംബിയ മുർസലുകൾക്ക് വാജിബായ സിഫത്തുകൾ ഏതൊക്കെ? എത്രയാണുള്ളത്? ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞേ. 4 എണ്ണം ഉണ്ട് അല്ലേ? 1 സിദ്ഖ്, സത്യസന്ധത. 2 അമാനത്ത്, വിശ്വസ്തത. 3 തബ്ലീഗ്, എത്തിച്ചു കൊടുക്കൽ. 4 ഫത്വാനത്ത്, ബുദ്ധികൂർമ്മത. അടുത്തത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായവർ ആരാണ്? അംബിയ മുർസലുകൾ അല്ലേ? 3
അംബിയ മുർസലുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്തിനാണ്? മനുഷ്യർക്ക് മാതൃകായോഗ്യരായിട്ടാണ് അള്ളാഹു അവരെ നിയോഗിച്ചിരിക്കുന്നത്. പൂരിപ്പിക്കുക. മനുഷ്യരിൽ നിന്നുള്ള പരിശുദ്ധരാണ് ഡാഷ് ആര്? അംബിയ മുർസലുകൾ. അടുത്തത്, അംബിയ മുർസലുകൾ ഡാഷ് ആണ്. അംബിയ മുർസലുകൾ മഅ്സൂമുകളാണ്. മഅ്സൂം എന്ന് വെച്ചാൽ പാപസുരക്ഷിതർ, പാപങ്ങളൊന്നും ചെയ്യാത്തവരാണ്. അടുത്തത്, വിപരീതം കണ്ടെത്താം. ഇവിടെ ഉത്തരം ആയിട്ട് എഴുതിയിരിക്കുന്ന പേന കൊണ്ട് എഴുതിയിരിക്കുന്നത് ശരിയല്ല. അതാരും കോപ്പി ചെയ്ത് വെക്കരുത് കേട്ടോ. ഒന്ന്, തബ്ലീഗ്. തബ്ലീഗിൻ്റെ ളിദ് എന്താണ്? അതായത് വിപരീത പദം എന്താണ്? തബ്ലീഗ് എന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ മറച്ചു വെക്കുക എന്നർത്ഥം വരുന്ന വേർഡ് ഏതാണ്? കത്മാൻ. അടുത്തത്, കദിബ്. കദിബ് എന്ന് വെച്ചാൽ കളവ് പറയുക എന്നാണ് അർത്ഥം. അതിൻ്റെ വിപരീത പദം എന്താണ്? സിദ്ഖ്, സത്യസന്ധത. 3, ഫത്വാനത്ത്. ഫത്വാനത്ത് എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധികൂർമ്മത. അപ്പോൾ ബുദ്ധിമാന്യത എന്ന വേർഡ് ഏതാണ്? ബലാദത്ത്. 4, അമാനത്ത്. അമാനത്ത് എന്ന് വെച്ചാൽ വിശ്വസ്തത. അപ്പോൾ വിശ്വസ്തതയുടെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? വഞ്ചന അല്ലേ? വഞ്ചന നടത്തുന്നതിന് ഖിയാനത്ത് എന്നാണ് പറയുന്നത്. ഖിയാനത്ത്, വഞ്ചന നടത്തൽ. ചോദ്യോത്തരങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുമല്ലോ. നല്ല കുട്ടികളായിട്ട് കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കത്തില്ലല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.